നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. സംഗീതരംഗത്ത് 4 പതിറ്റാണ്ടായി സജീവ സാന്നിധ്യമായി ആയിരങ്ങൾക്ക് സംഗീതം പകർന്നു നൽകിയ അന്നമനട ബാബുരാജ് മാസ്റ്റർക്ക് ചാലക്കുടി ഫാസും കലാസ്നേഹികളും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ ഗുരുദക്ഷിണ വേറിട്ടൊരു അനുഭവമായി മാറി. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ട്രൈബൽ മെന്റൽ ഹെൽത്ത് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി. മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റ് അവാർഡ് ലഭിച്ച KR ജോജോയെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആളൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഷെൽ ഇന്ത്യയും സ്മൈലി ഫൗണ്ടേഷനും സംയുക്തമായി ചേർന്ന് കേരള സർക്കാരിന്റെ സഹകരണത്തോടുകൂടി തൃശൂരിൽ NX കോർണർ കാർണിവൽ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സംഗീതരംഗത്ത് 4 പതിറ്റാണ്ടായി സജീവ സാന്നിധ്യമായി ആയിരങ്ങൾക്ക് സംഗീതം പകർന്നു നൽകിയ അന്നമനട ബാബുരാജ് മാസ്റ്റർക്ക് ചാലക്കുടി ഫാസും കലാസ്നേഹികളും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ ഗുരുദക്ഷിണ വേറിട്ടൊരു അനുഭവമായി മാറി. എല്ലാവരും ചേർന്ന് 1,01,000 രൂപ ഗാനപ്രവീൺ അന്നമനട ബാബുരാജ് മാസ്റ്റർക്ക് ചടങ്ങിൽ വെച്ച് ഗുരുദക്ഷിണയായി സമർപ്പിച്ചു. ഗുരുദക്ഷിണ എന്ന ആദരവ് സമ്മേളനം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബാബുരാജ് മാസ്റ്ററുടെ ഗുരു കൂടിയായ അനന്തപത്മനാഭനെ ബാബുരാജ് മാസ്റ്റർ ആദരിച്ച് ദക്ഷിണ നൽകി. നഗരസഭാ ചെയർമാൻ ഇൻചാർജ് ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി. അനന്തപത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. അന്നമനട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ മംഗളപത്രം സമർപ്പിച്ചു. ഫാസ് പ്രിൻസിപ്പാൾ C ശശിധരൻ, വാർഡ് കൗൺസിലർ MM അനിൽകുമാർ, പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ്, സംവിധായകൻ സുന്ദർദാസ്, ജോർജ് T മാത്യു, സദാനന്ദൻ മാസ്റ്റർ, KN ലീനമോൾ, രഞ്ജിത്ത് നവൻ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒട്ടനവധി സംഘടനകളും വ്യക്തികളും മറ്റും ഉപഹാരം നൽകി ആദരിച്ചു. ബാബുരാജ് മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. നിരവധിയായിട്ടുള്ള മേഖലകളിൽ സംഗീത സംവിധായകനായി, അതുപോലെ അധ്യാപകനായും ഒക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഒരു മഹത് വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല രാജ്യത്തിനകത്തും പുറത്തും ഒക്കെ ആരാധകരുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളുള്ള മഹത്തായ ഒരു വ്യക്തിത്വമാണ്. നിരവധി മേഖലകൾ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ലക്ഷക്കണക്കിന് ആളുകളാണ് കലാസ്വാദനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിമൂലാഗ്രം വിജയൻ എഴുതി, പക്ഷേ അതിന് പണം വേണ്ട, എന്ത് ചെയ്യാനും. ആ പണം ഉണ്ടാക്കിയതും ചെയ്തതൊക്കെ ഇദ്ദേഹമായിരുന്നു. എനിക്ക് അത് മറക്കാൻ കഴിയില്ല. അത് ചാലക്കുടിയാണ്. അപ്പോൾ ചാലക്കുടി എനിക്ക് മറക്കാൻ പറ്റുമോ? അപ്പോൾ അത്തരത്തിൽ ചാലക്കുടിയിലുള്ള കലാകാരന്മാരും സംഗീതജ്ഞന്മാരും ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ നല്ല സ്നേഹമുള്ളവരും നല്ല മനുഷ്യരാണ്. അവർക്കൊക്കെ ഇതുപോലൊരു അധ്യാപനം കിട്ടിയത്. തൃശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റ് അവാർഡ് ലഭിച്ച KR ജോജോയെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആളൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജിയോ പോൾ വടക്കേപ്പേടിക മെമന്റോ നൽകി. വൈസ് പ്രസിഡന്റ് ജോസ് കാച്ചപ്പള്ളി, സെക്രട്ടറി ജോഷി മുള്ളൻകുഴി, ജോയിന്റ് സെക്രട്ടറി ബിൻഡോ മാളിയേക്കൽ, ട്രഷറർ ഇബ്രാഹിം KS, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കോട്ടകര സൈലന്റ് മിറർ യോഗ സ്കൂളിന്റെ നേതൃത്വത്തിൽ യോഗ മീറ്റ് 2025 സംഘടിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി ഭാഗവത വില്ലേജ് ആശ്രമത്തിൽ നടത്തിയ പരിപാടിക്ക് യോഗാചാര്യൻ മനോജ് C വാസു നേതൃത്വം നൽകി. സൂര്യ നമസ്കാരം, ആസനങ്ങൾ, പ്രാണായാമം, യോഗനിദ്ര, മെഡിറ്റേഷൻ തുടങ്ങിയവ പരിശീലിപ്പിക്കുകയുണ്ടായി. പ്രായഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവം കലാപഭൂമിയാക്കിയത് KSUവിലെ ക്രിമിനലുകളാണെന്നും ഈ ക്രിമിനലുകളെ കോൺഗ്രസ് നീക്കം ചെയ്തില്ലെങ്കിൽ SFIയും DYFIയും ഇടപെടുമെന്നും DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്. DYFIയും SFIയും മാളയിൽ നടത്തിയ പ്രകടനവും പ്രതിരോധ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSU കോൺഗ്രസ് ക്രിമിനൽ സംഘങ്ങളെ സംരക്ഷിക്കാനാണ് പോലീസിന്റെ നീക്കമെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും ശരത് പ്രസാദ് കൂട്ടിച്ചേർത്തു. SFI ഏരിയ സെക്രട്ടറി PM ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി TK സന്തോഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ T ശശിധരൻ, M രാജേഷ്, DYFI ബ്ലോക്ക് സെക്രട്ടറി C ധനേഷ് കുമാർ, SFI ജില്ലാ പ്രസിഡന്റ് R വിഷ്ണു, സെക്രട്ടേറിയറ്റ് അംഗം സാന്ദ്ര മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. പൊതുയോഗത്തിന് മുന്നോടിയായി നൂറുകണക്കിന് SFI DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോളേജിലെയും SFI യൂണിയനുള്ള കോളേജുകളിലെയും യൂണിയൻ ഭാരവാഹികളുടെ ശിരസിലിടിക്കുകയാണ്. ഇപ്പൊ വീഡിയോ വന്നല്ലോ. ഇപ്പൊ വീഡിയോ വന്നത് കൊണ്ടാണ് മനോരമക്കാരനും മാതൃഭൂമിക്കാരനും KSUകാരൻ തല്ലി എന്ന് മനസ്സില്ലാ മനസ്സോടെ പറയേണ്ടി വരുന്നത്. വീഡിയോ വന്നില്ലെങ്കിലോ SFIക്കാരൻ തല്ലി എന്നാണ് പറയാ. പ്രിയപ്പെട്ടവരെ, ആ കേരളവർമ്മ കോളേജിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി 40 കിലോ തികച്ച ശരീരഭാരമില്ലാത്തൊരു ചെറിയ കുട്ടി. ഷെൽ ഇന്ത്യയും സ്മൈലി ഫൗണ്ടേഷനും സംയുക്തമായി ചേർന്ന് കേരള സർക്കാരിന്റെ സഹകരണത്തോടുകൂടി തൃശൂരിൽ NX കോർണർ കാർണിവൽ സംഘടിപ്പിച്ചു. ഗ്രാമീണ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയ മികവ് പ്രദർശിപ്പിക്കുന്നതിനു വേണ്ടി വേദി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A അൻസാർ മുഖ്യാതിഥിയായി പരിപാടിയിൽ ബിനോയ് സമഗ്ര ശിക്ഷ കേരളയുടെ ജില്ലാ കോർഡിനേറ്റർ വിശിഷ്ടാതിഥിയായി. 19 സ്കൂളുകളിൽ നിന്ന് 116 വിദ്യാർത്ഥികൾ ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നീ മേഖലകളിൽ 40ഓളം തിരഞ്ഞെടുക്കപ്പെട്ട പദ്ധതികളും നൂതന ആശയങ്ങളും കാർണിവലിൽ പ്രദർശിപ്പിച്ചു. സുസ്ഥിരമായ കൃഷി പ്രവർത്തനം, മലിനീകരണ നിയന്ത്രണം, പ്രകൃതി സംരക്ഷണം, അതോടൊപ്പം ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയും അവതരിപ്പിച്ചു. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ട്രൈബൽ മെന്റൽ ഹെൽത്ത് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് തലത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വാഴച്ചാൽ ഉന്നതി മൂപ്പത്തി ഗീത നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റിജേഷ് KK അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ, ബ്ലോക്ക് അംഗം ഷാൻഡി ജോസഫ്, അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജു വാസുദേവൻ, മലക്കപ്പാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഹബീബ് KA, കൊല്ലത്തിരുമേട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ശശികുമാർ ചെങ്കൽവീട്ടിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ രജിത് ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. ജില്ലാ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം നോഡൽ ഓഫീസർ ഡോക്ടർ പീറ്റർ ജോസഫ് ട്രെയിനിംഗ് നേതൃത്വം നൽകി. ഡോക്ടർ പ്രശാന്ത് മാത്യു സ്വാഗതവും ജൂ ഹെൽത്ത് ഇൻസ്പെക്ടർ നെജി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. കുറേകൂടി ക്രിയാത്മകമായിട്ട് ഇടപെടാൻ പറ്റും എന്നതുകൊണ്ടാണ് നിങ്ങളെ ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. എല്ലാ സഹകരണവും അപേക്ഷിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളത് നമ്മൾ തന്നെ ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ എൻ്റെ മേഖലയിലായി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ മദ്യവും മയക്കുമരുന്ന് ഉപയോഗം കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ പല ആളുകളെയും. കോട്ടകര കൊപ്രക്കളം മുതുപറമ്പിൽ ശ്രീ ധർമ്മദേവ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. താലപ്പൊലിയോടനുബന്ധിച്ച് ക്ഷേത്രത്തെക്കുറിച്ച് തയ്യാറാക്കിയ ഭക്തിഗാന ആൽബത്തിന്റെ പ്രകാശനം ക്ഷേത്രം തന്ത്രി ചക്രപാണി നിർവഹിച്ചു. ചടങ്ങിൽ ഭക്തിഗാനത്തിന്റെ വരികൾ എഴുതിയ കയ്പമംഗലം സ്വദേശി റജി ഭദ്രൻ, ഗാനം ആലപിച്ച ശോഭു ആലത്തൂർ എന്നിവരെ അനുമോദിച്ചു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് വഴികൾ വരികയായിരുന്നു. ദേവിയെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് ആദ്യം വന്നത് മൂകാംബിക ദേവിയാണ്. ഇനി കുറേ നാളായിട്ട് കാണണമെന്നുള്ള വിചാരം കൊണ്ടാണെന്ന് അറിയില്ല. ദേവി കടാക്ഷം എന്ന് ആലപിക്കാൻ പറ്റിയതിൽ തന്നെ വളരെയധികം സന്തോഷം. പെട്ടെന്ന് ഉണ്ടായ ഒരു ചെറിയൊരു തോന്നലാണ് ഈ പാട്ടുകൾ നമ്മൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ദേവിക്ക് വേണ്ടി ഒരു പാട്ട്. മുതുപറമ്പിൽ വാഴും അമ്മയൻ ദേവിയെ അടിയനൊരഭയം നീ തായേ. അക്ഷരലോകത്ത് അറിവിന്റെ ദീപമായി
എന്നിൽ ജ്വലിക്കൂ നീ ജ്ഞാനേശ്വരി, എന്നിൽ ജ്വലിക്കൂ നീ ജ്ഞാനേശ്വരി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7745 രൂപ, പവന് 61,960 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംഗീതരംഗത്ത് 4 പതിറ്റാണ്ടായി സജീവ സാന്നിധ്യമായി ആയിരങ്ങൾക്ക് സംഗീതം പകർന്നു നൽകിയ അന്നമനട ബാബുരാജ് മാസ്റ്റർക്ക് ചാലക്കുടി ഫാസും കലാസ്നേഹികളും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ ഗുരുദക്ഷിണ വേറിട്ടൊരു അനുഭവമായി മാറി. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ട്രൈബൽ മെന്റൽ ഹെൽത്ത് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി. മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റ് അവാർഡ് ലഭിച്ച KR ജോജോയെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആളൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഷെൽ ഇന്ത്യയും സ്മൈലി ഫൗണ്ടേഷനും സംയുക്തമായി ചേർന്ന് കേരള സർക്കാരിന്റെ സഹകരണത്തോടുകൂടി തൃശൂരിൽ NX കോർണർ കാർണിവൽ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.